നാളെ ദുഃഖവെള്ളിയാഴ്ചയാണ്. രാവിലെ ദേവാലയത്തിൽ നമ്മൾ പീഡാനുഭവ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെ മനസ്സുകൾ ആ വരികൾക്കിടയിൽ മാത്രമല്ല, ഗെത്സമനി തൊട്ട് കാൽവരി വരെ ഈശോയോടൊപ്പം നമ്മളും യാത്ര ചെയ്യുന്ന ഏറ്റവും അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ഈ ദുഃഖവെള്ളി. പീഡാനുഭവ ചരിത്രം ദേവാലയത്തിലെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് ഒരു നേരത്തിൻ്റെ ദിവസമാണ് നാളെ. വൈകിട്ട് കുരിശിൻ്റെ വഴികൾ നമ്മുടെ ഇടവകയിൽ നിന്നൊക്കെ നടത്തും. ജീവിതത്തിൻ്റെ കുരിശും പിടിച്ച് കൈകളിൽ ചിലപ്പോൾ ചെറുതോ വലുതുമായ കുരിശുകളൊക്കെ പിടിച്ച് ഒരു കുരിശിൻ്റെ പ്രയാണത്തിൽ നമ്മളും പങ്കുചേരും. എല്ലാ വചന സന്ദേശവും ആശീർവാദം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ നാളെ ഒരു കാര്യം മറക്കരുത്. ഉദ്ധാനത്തിൻ്റെ സന്തോഷത്തിലേക്ക് ഈ ദുഃഖവെള്ളി ഒരു സ്വർഗീയ വാതിലായി നമുക്ക് മുമ്പിൽ തുറന്നു വയ്ക്കുമ്പോൾ എപ്പോഴെങ്കിലും ഈ ദിവസങ്ങളിൽ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ആ ക്രൂശിത രൂപത്തിലേക്കൊന്ന് നോക്കണം. രൂപത്തിൽ നമുക്ക് 4-5 ഒക്കെ മുറിവുകളെ കാണുന്നുള്ളൂ, കൊച്ചു കൊച്ചു ചോരപ്പാടുകളേ ഉള്ളൂ. പക്ഷേ ഈ ദുഃഖവെള്ളിയുടെ പീഡാനുഭവ ചരിത്ര വായനയും കുരിശിൻ്റെ വഴിയും കഴിഞ്ഞ് വന്ന് ഒന്ന് ജീവിതത്തിൻ്റെ മുകളിലേക്ക് ക്രിസ്തുവിനെ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, കാരിരുമ്പിൻ്റെ കരുത്തുള്ള ആണി കാതലുള്ള മരത്തിലേക്ക് അടിച്ചു കയറ്റിയപ്പോൾ അതിലൊരു ജീവനുണ്ടായിരുന്നു, അതിലൊരു ദൈവമുണ്ടായിരുന്നു. പ്രാണം വെടിയുമ്പോഴും ജീവൻ പകുത്ത് നൽകിയ എൻ്റെ ദൈവം എന്നോടൊപ്പമുണ്ടായ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ദുഃഖവെള്ളി. ഒരിക്കൽ കൂടി നമുക്ക് ചേർത്ത് വയ്ക്കാം, ജീവൻ പിടഞ്ഞു പോകുമ്പോഴും എനിക്ക് വേണ്ടി കുരിശിലും ജീവിതത്തിലും എന്നോട് ചേർന്നിരുന്ന എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നല്ല ദിവസമായി ഈ ദുഃഖവെള്ളി മാറട്ടെ. ദൈവസാന്നിധ്യമുള്ള ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്നുവെങ്കിലും ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു യാത്രയാകട്ടെ ഈ ദുഃഖവെള്ളി. ദൈവം സമൃദ്ധമായി ജീവിത കുരിശുകളെ അനുഗ്രഹിക്കട്ടെ.